കുടുംബശ്രീ മുഖേന ഞാനെങ്ങനെ ഒരു ജോലി നേടി എന്നതിനെക്കുറിച്ചും ചെറിയ രീതിയിൽ എങ്ങനെ ഒരു സംരംഭകയായി മാറി എന്നതിനെക്കുറിച്ചുള്ള ചെറിയ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു കുടുംബശ്രീ ഗ്രൂപ്പിൽ വന്നതായിരുന്നു ഹോം ഷോപ്പ് പദ്ധതി എന്നതിനെക്കുറിച്ച്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ അവരുടെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു. 4 ദിവസത്തെ ക്ലാസ് അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നു. ആ ക്ലാസ്സിലൂടെ ഉള്ള ഓരോ കാര്യങ്ങൾ കേട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഈ ജോലിയിലേക്ക് പ്രവേശിച്ചത്. അതുപോലെ ഇന്നത്തെ കാലത്ത് നമുക്കുണ്ടാകുന്ന ഓരോ ഫുഡിലും ഉണ്ടാകുന്ന കെമിക്കൽസ് എല്ലാ കാര്യങ്ങളും കാരണം നമുക്ക് ഇന്ന് ക്യാൻസർ, മറ്റുവിധ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ജില്ലാ മിഷൻ ഹോം ഷോപ്പ് പദ്ധതി എല്ലായിടങ്ങളിലും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അത് കാലിക്കറ്റാണ് ഇതിൻ്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. പ്രസാദ് കൈതക്കൽ സാറാണ് ഇതിൻ്റെ മെയിനായിട്ട് ഈ ഒരു പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ തന്നെ മെയിനായിട്ടുള്ളൊരു കാരണം പ്രസാദ് കൈതക്കൽ സാർ എന്ന വ്യക്തിയാണ്. അതുപോലെ അവരാണ് ഇതിന് വേണ്ടി പ്രയത്നിച്ചതും. ഇന്ന് ഒരുപാട് പ്രോഡക്റ്റുകൾ അവരുടെ കീഴിൽ സെയിലിംഗ് ആവുകയും അതും മാത്രമല്ല ഒരുപാട് വീട്ടമ്മമാർക്ക് തൊഴിൽ നേടിക്കൊടുക്കാൻ കൂടി കഴിഞ്ഞൊരു പദ്ധതി കൂടിയാണ് കേട്ടോ ജില്ലാ മിഷൻ ഹോം ഷോപ്പ് പദ്ധതി എന്നത്. അപ്പോൾ ഇത് നമ്മുടെ വാർഡ് ബേസാക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഈ ജോലി ലഭിച്ചിട്ടുള്ളത്. ഓരോ വാർഡിലും ഈ ഒരു പ്രോഡക്റ്റ് സെയിലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തരെ വീതമാണ് നിർത്തിയിട്ടുള്ളത്. പക്ഷേ ചില ഇടങ്ങളിൽ 2 ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വിളിക്കൽ ജില്ലാ മിഷൻ ഹോം ഷോപ്പ് ഓണർമാർ എന്നാണ് കേട്ടോ. അതിൻ്റേതായ ഞങ്ങൾക്ക് അതിൻ്റെ ടാഗ് കാര്യങ്ങൾ, അതുപോലെ അവരുടെ കീഴിലുള്ള ബാഗ്, സ്കോളർഷിപ്പ്, അതുപോലെ നമ്മൾ എത്രത്തോളം സെയിലിംഗ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും അവരുടെ പദ്ധതിയിലൂടെ ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ വുമൺസിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈവിങ് പഠിപ്പിക്കുന്നു. ഫ്രീ ആയിട്ട് അവർ ഡ്രൈവിങ് തരുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു പദ്ധതിയിലൂടെ നമുക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വർദ്ധിച്ചു വരുന്ന ക്യാൻസർ കാര്യങ്ങൾക്ക് നമുക്കൊരുവിധം എങ്ങനെയൊക്കെ അതിനൊരു മറികടക്കുക എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ആണ് ഇത്. ഓരോ വീട്ടമ്മമാരും ടെയും പ്രയത്നം, അതുപോലെ ഒരുപാട് വ്യക്തികളുടെ കൂട്ടായ പ്രവർത്തനം, എന്നിട്ട് എല്ലാവിധ ടെസ്റ്റ് കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് വേണ്ടിയിട്ട് എത്തുക. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പുട്ടുപൊടി, ചിക്കൻ മസാല, അതുപോലെ ചായപ്പൊടി, പിന്നെ ചിക്കൻ മസാല, ബിരിയാണി മസാല, സാമ്പാർ മിക്സ്. ഈ സാമ്പാർ മിക്സൊക്കെ നല്ല അടിപൊളി കൂട്ടാണ് കേട്ടോ. ഈ സാമ്പാർ മിക്സ് എന്ന് പറയുന്നത് തേങ്ങ വറുത്തരച്ചിട്ടാണ് വരിക. ഇതിലേക്ക് നമ്മൾ തേങ്ങ ഒന്നും ആഡ് ചെയ്യണ്ട, ഈ ഒരു പൊടി മാത്രം ഇട്ടെടുത്താൽ മതി. എനിക്കതിന് വേണ്ടി ഒരുപാട് ആളുകൾ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ ഗരം മസാല, പെരുംജീരകം പൊടി, അതുപോലെ നമ്മൾ ചിക്കൻ മസാല വറുത്തരച്ചത്. അതുപോലെ ടൗണിൽ കാര്യങ്ങളിലുള്ളവർക്കൊക്കെ തേങ്ങയൊക്കെ കിട്ടാൻ വളരെയധികം പ്രയാസമായിരിക്കാറ്. അപ്പോൾ അവർക്കൊക്കെ വളരെയധികം ഉപയോഗപ്പെടുന്ന ഒന്നാണ് ഈ തേങ്ങ വറുത്തരച്ച ചിക്കൻ മസാല എന്നുള്ളത്. പിന്നെ അതുപോലെ കുറുമ മസാല, നമ്മൾ ഏത് ചിക്കനാവട്ടെ, അതുപോലെ ഗ്രീൻ പീസ്, കടല, അങ്ങനെ എല്ലാ ഒരു ഐറ്റംസിലും കൂടി കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ് അത് കേട്ടോ. അതുപോലെ ഇത് നമ്മൾ പൂരം വറുത്ത പൊടിയാണ്. പിന്നെ ക്യാരറ്റ് സേമി, അതുപോലെ നമ്മുടെ രാഗി സേമി, പിന്നെ പുളി, അങ്ങനത്തെ ഐറ്റംസുകൾ ഒക്കെ ഉണ്ട്. പിന്നെ പപ്പടം, പിന്നെ മുത്താറിപ്പൊടി. നമ്മൾ മുത്താറിപ്പൊടിയൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ അത് പൂത്ത് അങ്ങനത്തെ പല സംഭവങ്ങളും കാണാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഫ്രഷായിട്ട് സംഭവം കൊണ്ടുവരും. അതുപോലെ തന്നെ ഒരു ഒരു അളവ് ഡേറ്റ് കാര്യങ്ങളുണ്ട്, അതിൽ ഞങ്ങൾക്കിത് സെയിൽ ചെയ്ത് പോകണം. കാരണം ഒരിക്കലും നമ്മളൊരു ഡേറ്റ് കഴിഞ്ഞ കാര്യങ്ങളോ ഒന്നും ഇതിലൂടെ സെയിൽ ചെയ്യാറില്ല. ഒക്കെ കറക്റ്റ് മന്തിൽ തന്നെ നമ്മൾ കൊടുത്തൊഴിവാക്കും. അതുപോലെ അച്ചാറുകൾ, പൈനാപ്പിൾ, മാംഗോ, അതുപോലെ പലവിധ ഐറ്റംസ് അച്ചാറുകളുണ്ട് കേട്ടോ. പൈനാപ്പിൾ, മാംഗോ, നാരങ്ങ, അതുപോലെ ഇഞ്ചി, അങ്ങനെ ഒരുപാട് 10-20 ഐറ്റംസ് തന്നെ അച്ചാറുകൾ തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സാമ്പാറിൻ്റെ കായം, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഫുഡിൻ്റെ പ്രോഡക്റ്റുകൾ മാത്രമല്ല കേട്ടോ ഇതിലുള്ളത്. പിന്നെ ഇത് കേശിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു എണ്ണയാണ്. എനിക്ക് ഒരുപാട് ആളുകൾ ഈ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ ഒരു എണ്ണ
സാർ തന്നെയാണ് അവരുടെ വീട്ടിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു എണ്ണ എന്ന് പറഞ്ഞാൽ ഒരുപാട് മുടി കൊഴിച്ചിൽ, താരന് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റം വരുന്ന ഒരു എണ്ണയാണ്. അതുപോലെ ഈ സോപ്പ് ഇതിൻ്റെ കൂടെ ഞങ്ങളെ എംബ്ലമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാ ഈ കുടുംബശ്രീൻ്റെ എംബ്ലമാണ് ഈ റെഡ് ഫ്ലവറായിട്ട് ഞങ്ങൾ കാണുന്നത്. അപ്പം ഈ സോപ്പൊക്കെ എനിക്ക് താരന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആളുകൾക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിൽ വരുന്ന ഒന്നാണ് സോപ്പും പൊടി. അതുപോലെ ഷാമ്പു ഐറ്റംസാണിത്. ഈ ചെമ്പരത്തിൻ്റെ ഷാമ്പു, അലോവേരൻ്റെ ഷാമ്പു, തേങ്ങൻ്റെ ഷാമ്പു, ഇതൊക്കെ കെമിക്കലില്ലാത്ത നാച്ചുറൽ പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുക. അതുപോലെ ഉറുമ്പ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള സംഭവങ്ങൾ, പിന്നെ അതുപോലെ നമ്മുടെ കംഫോർട്ടിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഹാൻഡ് വാഷ്, അതുപോലെ സാനിറ്ററി പാഡ്സുകൾ, പെനോയിലുകൾ, അതുപോലെ ഇത് നന്നാരി സർവത്താണ് കേട്ടോ. വീടുകളിൽ മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ അതുപോലെ പാത്രം കഴുകുന്നത് ഡിഷ് വാഷുകൾ, ഇതൊക്കെ നാച്ചുറൽ പ്രൊഡക്റ്റുകളാണ് ഇതിലുണ്ടാവുക. അതുപോലെ നമ്മുടെ ക്ലീനിങ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, അകത്തും നമ്മുടെ ബാത്റൂമിലായാലും ഒക്കെ ക്ലീനിങ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അതുപോലെ നമ്മുടെ ബാത്റൂം ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിരുന്നു ഇത്. ഇതുപോലെ അതിൻ്റെ ചെറിയ പ്രൊഡക്റ്റുകൾ. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ബോട്ടിൽ ചായപ്പൊടി, ഇത്രയും മാത്രമൊന്നുമല്ല, ഒരുപാട് ഐറ്റംസ് ഇതിൽ വരുന്നുണ്ട്. നമ്മുടെ മേറ്റുകളാവട്ടെ, പൂരി മിക്സ് ആവട്ടെ, അങ്ങനെ ഒരുപാട് പായസം മിക്സ് ആവട്ടെ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ വരുന്നുണ്ട്. ഇത് മുൾട്ടാണി മിട്ടിയാണ് കേട്ടോ. നമ്മൾക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന മണ്ണാണ് ഈ മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത്. കടകളിലൊക്കെ ചിലപ്പോൾ നമുക്കിത് കിട്ടുന്നത് ഇതിൻ്റെ ഒറിജിനൽ ആയിരിക്കണം എന്നില്ല. അതുപോലെ നീലാമരിൻ്റെ പൗഡറൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ പല ഷോപ്പുകളിലും കബളിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ കൂടെ ഉണ്ട്. നീലാമരിൻ്റെ അതിൽ ഫ്രഷ് ആയിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത് മെഹന്തിയൊക്കെ നല്ല കളറ് വരുന്നത്. അപ്പം നാച്ചുറലായിട്ടുള്ള അലോവേരൻ്റെ ജെല്ല്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു ഇതാണ്, ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് ഓരോ വീടുകളിലേക്കും ഇതിൻ്റെ സെയിലിങ് കാര്യങ്ങൾ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്യാറുള്ളത്. ഇതിന് വേണ്ടി ടാഗ് മുനിസിപ്പാലിറ്റി ബേസ് ജില്ലാ മിഷൻ്റെ കീഴിൽ ഞങ്ങൾ എല്ലാ അഡ്രസ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളും കൊടുത്തിട്ടുള്ള ഞങ്ങൾ ടാഗ് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഓരോ വാർഡുകളിലും ഈ പ്രൊഡക്റ്റുകൾ എത്തിക്കുന്നത്. പക്ഷേ ഈ ഒരു ജോബ് പലർക്കും തോന്നും, എന്തിനാ നീ ഇങ്ങനെ ഇത്രയും റിസ്ക് എടുക്കണത്, ഈ ഒരു വെയിറ്റ് ഇട്ടിട്ട് എന്തിനാ ഇത്രയും നല്ല റിസ്ക് എടുത്തിട്ട് ഇങ്ങനത്തെ ജോലി ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഈ ജോലി ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. കാരണം ഈ ഒരു ജോലിയിലൂടെ എനിക്കത് ഒരു ടാസ്ക്കായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. കാരണം നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഒരുപാട് ഈ ഫുഡ് ഐറ്റംസുകളൊക്കെ പുറത്തുനിന്ന് കൊടുക്കണേക്കാട്ടും നമ്മളെ മക്കൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ബെറ്ററായ സാധനങ്ങളല്ലേ അവർക്ക് നൽകണത്. പിന്നെ അതൊരു കാരണമായിട്ടുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും എനിക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഫാഷൻ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇതിലൂടെ കിട്ടുന്ന ചെറിയ തുകകൾ ഞാൻ ചെറുതായാലും കുറച്ചൊക്കെ എൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞു പോകാനുള്ള ഒരു തുക ഞാൻ ഇതിലൂടെ സമ്പാദിച്ചു. ഞാൻ ഇന്നൊരു ഫാഷൻ ഡിസൈനറായിട്ട് മാറി. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചാലേ നമുക്കത് നടക്കും. നമുക്ക് നേടിയെടുക്കണമെന്ന് കാര്യം ഏത് കാര്യവും സക്സസ് ആവും. പക്ഷെ പിറകോട്ട് നിൽക്കരുത്. കളിയാക്കാനും തളർത്താനും ഒരുപാട് പേരുണ്ടാവും. ആരുടെ ഒന്നിനും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് കഴിയണത് നമ്മൾ നേടിയെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പദ്ധതി എനിക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ട്. അതുപോലെ ഞാനിതൊരു പരസ്യമായിട്ടോ ഒന്നുമല്ല ചെയ്യുന്നത്. ഞാൻ എങ്ങനെ എൻ്റെ ലൈഫിലേക്ക് ഒരു സക്സസ്ഫുള്ളായി മാറി എന്നതിനെക്കുറിച്ചുള്ള മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. ഇന്ന് എനിക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ഉപകാരപ്പെടുന്ന ഇതാണ് ഈ ഒരു ജോലി. നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും. അവർക്ക് മുന്നിലേക്ക് നമ്മൾ നിൽക്കരുത്. നമ്മളെ ലക്ഷ്യം എന്താണോ അത് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് കൂടിയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ വിജയം കൈവരിക്കാൻ കഴിയും. അത് മടി കൂടാതെ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാറില്ല ഒരു വീഡിയോയിലും. പക്ഷേ ഇത് കാണുന്ന നിങ്ങൾ ആരെങ്കിലും
ഒരു ലൈക്കോ സബ്സ്ക്രൈബോ തരാം. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ, കുഴപ്പമില്ല. എന്താണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.